ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി റോഡുകൾ ടാർ ചെയ്തു. ആ റോഡിൽ കൂടെ അയ്യപ്പന്മാർ മാത്രമാണോ പോകുന്നത്? ആ സീസൺ കഴിഞ്ഞാൽ പിന്നെ റോഡ് ഉപയോഗിക്കുന്നില്ലേ? വെറുതെ അയ്യപ്പന്മാരുടെ കണക്കിലിരുത്താണ്. റോഡ് നന്നാക്കുന്നു, അത് പിന്നീട് സംസ്ഥാനത്ത് നന്നാക്കേണ്ട റോഡുകളാണ്. അത് ആ സീസൺ വന്നപ്പോൾ അത് നന്നാക്കിയതേ ഉള്ളൂ. അല്ലെങ്കിലും റോഡ് നന്നാക്കണം. അല്ലെങ്കിൽ എക്സ്ക്ലൂസീവായിട്ട് അയ്യപ്പന്മാർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ റോഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വാദം ശരിയാണ്. അപ്പോൾ ക്ഷേത്രഭരണത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് ആര് ഭരിച്ചാലും സംഭവിച്ചതാണ്. പിന്നെ തമ്മിൽ ഭേദം പിണറായി സർക്കാരാണ് കേട്ടോ. കാരണം ക്ഷേത്രങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തി ബാക്കി ക്ഷേത്ര കൊള്ളയൊക്കെ നടത്തുന്നുണ്ട്, ക്ഷേത്ര ദംസനവും നടക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ ഇവരുടെ യൂണിയൻ വന്നിട്ട് ആ ക്ഷേത്രത്തിലെ ചൈതന്യം നശിപ്പിക്കാൻ മാത്രമുള്ള കാര്യങ്ങളാണ് സഖാക്കന്മാർ അമ്പലത്തിലെ ട്രേഡ് യൂണിയൻ വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്പലം മുടിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ അമ്പലത്തിൽ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതെന്തോ ആവട്ടെ. പക്ഷേ ഇതുപോലെ ഒരു ടാക്സ് ഏർപ്പെടുത്തി ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ കൂടി ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ അമ്പലങ്ങളെല്ലാം നിന്നുപോയത്. കാരണം ഇപ്പം തന്നെയുള്ള കാശ് കൊണ്ടുപോവാണ്. അക്കൂട്ടത്തിൽ ടാക്സും കൂടെ ഏർപ്പെടുത്തി ഒരമ്പലവും നടക്കില്ലായിരുന്നു. അപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ ചെയ്യുന്നത് എന്താണെന്ന് കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടി കുറേ വോട്ട് ചെയ്യുന്ന കുറേ ഹിന്ദുക്കളുണ്ടല്ലോ, അവരൊന്ന് കാണണം, അവരൊന്ന് അറിയണം. കർണാടകയിൽ എന്താണ് കോൺഗ്രസ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാനാണ് ഈ കണക്ക് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിൽ വീണ്ടും കോൺഗ്രസ് ഭരണം വന്നാൽ, ഏത് സംസ്ഥാനത്തും കോൺഗ്രസ് ഭരണം വന്നാൽ ഹിന്ദുവിനെ കൊള്ളയടിക്കും, ഹിന്ദുവിനെ ഇല്ലാതാക്കും, ഹിന്ദുവിൻ്റെ സ്വത്തെടുത്ത് മറ്റവർക്ക് കൊടുക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.